TTC കമ്പനിക്കാർ അണിയിച്ചോർക്കുന്ന മായം ചേർക്കാത്ത എള്ളുണ്ടാ. നിങ്ങൾ ഏത് പെണ്ണിനെ പ്രേമിക്കുന്ന പെണ്ണിന്റെ വീട് മുട്ടിൽ തൈത്തങ്ങനെ ഒരിക്കൽ എള്ളുണ്ട് വെക്കുകയും അത് എപ്രകാരം മുറുമ്പരിക്കുന്ന അപ്രകാരം പെണ്ണ് നിങ്ങളെ സമീപിക്കുന്നതായിരിക്കും. ഗ്യാരണ്ടി വെറും 5 മാസം മാത്രമാണ് സുഹൃത്തുക്കളെ. യെസ്, ഓൺലി 5 years. വെറും 5 രൂപ 50 പൈസ മാത്രം. ആട്ടേ പോട്ട് ഇരിക്കട്ടെ. ഒരിക്കൽ തട്ടാൻ കുട്ടപ്പനെ കൊണ്ട് കോട്ട പഠിക്കുന്നപ്പോൾ തട്ടാൻ കുട്ടപ്പൻ നാട്ടിൽ പട്ടാപകൽ പട്ടത്ത് പോയി പട്ടയും മുട്ടും തട്ടുമാറി കുട്ടപ്പനെ മുട്ടിനിട്ട് തട്ടുമ്പോൾ മുട്ട് പൊട്ടി പെട്ടെന്ന് ചോര വന്നു. ഞാൻ ലേഹ്യം കൊടുത്ത് ചോരാതി ലേഹ്യം. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇത് വാങ്ങിച്ച് പരിശോധിച്ച് നോക്കാം. ഈ മരുന്നിന്റെ വില വെറും 5 രൂപ 50 പൈസ മാത്രമാണ് സുഹൃത്തുക്കളെ. ഞാൻ ഈ സാമ്പിൾ തരുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് പൈസ തരേണ്ട യാതൊരു ആവശ്യമില്ല. സുഹൃത്തെ നോക്കൂ, നിങ്ങൾ പേടിക്കുന്ന ആവശ്യമില്ല. തട്ടി പേടിച്ചാട്ട് എന്തിനാ പേടിക്കുന്നത് സുഹൃത്തുക്കളെ? നമ്മൾ എന്തെല്ലാം പൈസകൾ മുടക്കുന്നു. ഈ മരുന്നിന് വേണ്ടി 5 രൂപ 50 പൈസ മുടക്കും സുഹൃത്തുക്കളെ. നിങ്ങൾ ഇത് വാങ്ങിച്ചതിന് ശേഷം തിരിച്ചു പോകരുത് സുഹൃത്തുക്കളെ. എന്റെ 5 രൂപ 50 പൈസ തരൂ. വരൂ ചേട്ടാ, വരൂ. നോക്കൂ. കഷ്ടകാലത്ത് രക്ഷ നേടാൻ ഇഷ്ടദൈവങ്ങൾ ഇഷ്ടം പോലെ പ്രാർത്ഥിച്ചു മൃഷ്ടാനുമായി കഴിഞ്ഞില്ലെങ്കിൽ കഷ്ടിച്ചുള്ള അഷ്ടിക്ക് വേണ്ടി അഷ്ടമികളുടെ ഇഷ്ടിക്കാലത്ത് നമ്മുടെ ഇഷ്ടാനുഷങ്ങൾ നഷ്ടപ്പെടുത്തിയ ഏഷ്ടന്മാരെ. ഇതെന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് എനിക്കുണ്ടാകുന്ന നെഞ്ചിരിപ്പും ചുമയും ഇദ്ദേഹം ഒരു 3 ദിവസം കൊണ്ട് മാറ്റിയതാണ്. ഇദ്ദേഹത്തിന്റെ വർത്തമാനം മാത്രമല്ല, ചികിത്സയും സൂപ്പർ ഫാസ്റ്റ് ആണ്. എന്തൊരു കുപ്പി ആൾക്കാരല്ലേ വിട്ട പോലെ എല്ലാവരും ചേട്ടാ പ്ലീസ് പറ്റിച്ചു പോലെ എല്ലാവരും കൂടി ഇങ്ങനെ കാണിച്ച് ഞാൻ എന്ത് ചെയ്യും? തരാം, എല്ലാവർക്കും തരാം. ഞാൻ പറഞ്ഞില്ല അളിയാ, നമ്മൾ ഒത്തുപിടിച്ചാൽ മലയും പോരും. അതൊക്കെ പോട്ടെ, അമ്പലയുടെ നാട്ടിൽ നാസ്പ്രോ കിട്ടിയില്ല. അതുകൊണ്ട് കുമ്മായത്തില് മറ്റവൻ പട്ടയ തട്ടി വിട്ടത്. TTC കമ്പനിക്കാർ അണിയിച്ചോർക്കുന്ന മായം ചേർക്കാത്ത എള്ളുണ്ടാ. നിങ്ങൾ ഏത് പെണ്ണിനെ പ്രേമിക്കുന്ന ആ പെണ്ണിന്റെ വീട് മുട്ടത്തിലെ തൈത്തങ്ങന്റെ കൊരിക്കൽ എള്ളുണ്ടോ വെക്കുവിൻ. ഇതല്ലേ തട്ട്, പിന്നെ എങ്ങനെ ഞാൻ വാങ്ങാതിരിക്കും? പപ്പയും മമ്മിയും വരാൻ ലേറ്റ് ആവുന്ന് പപ്പ റിസപ്ഷനെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു. എന്തോന്ന് പപ്പ, ഇനിയിപ്പോ എന്ത് ചെയ്യും? വരൂ, നമുക്ക് റെസ്റ്റോറന്റ് കയറി എന്തെങ്കിലും കഴിക്കാം. നിങ്ങൾക്ക് എന്റെ വക ട്രീറ്റ് ആയിക്കോട്ടെ. പപ്പയും മമ്മിയും പരിചയപ്പെടുകയും ചെയ്യാലോ. ആക്ച്വലി ഞങ്ങൾക്ക് സമയമില്ല, പിന്നെ ഒരു കമ്പനി സ്റ്റേക്കിന് വേണമെങ്കിൽ ഞങ്ങൾ കൂടാം. എന്നാ വരൂ. കമ്പനി സ്റ്റേക്കൊക്കെ ഓക്കെ. 2 മണിക്കാ ലേലം, അത് മറക്കണ്ട. അതൊന്നും സാരമില്ല, കാപ്പൂടി കഴിഞ്ഞിട്ടുള്ള ലേലം മതി. ഇവിടെ പറയുന്നത് നല്ലൊരു ചാപ്പാട് കിട്ടുന്ന കളയല്ലേ. എന്താ വരുന്നില്ല? ഞങ്ങൾ വരിക, വന്നോണ്ടിരിക്കുക. ഒന്ന് ഫ്രീ ആയിട്ട് ചാപ്പിടും. ചാപ്പിടാ. ഈ പപ്പയ്ക്കും മമ്മിക്ക് എന്ത് പറ്റിയാവോ? ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട്. ഓക്കെ, ഫോൺ ചെയ്തോളൂ. ഇത് നല്ലൊരു റിലേഷൻഷിപ്പാണ്. ഇപ്പൊ മനസ്സിലായല്ലോ ഈ ശങ്കർ ആരാണെന്ന്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഫുഡ് ശങ്കര. ഇനിയും എന്തെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. കപ്പേമിനെ ഓർഡർ ചെയ്താലോ? എന്തോന്നാ കള്ള് ഷോപ്പ് ഇത്? ഹലോ, ജസ്റ്റ് എ മിനിറ്റ്. പിന്നെ വേറൊരു ബില്ലിംഗ് കൊണ്ടുവരുമ്പോ അവളുടെ മുമ്പിൽ വെച്ച് ഇറ്റ്സ് ഓക്കെ ഞാൻ പെയ്തേക്കാം എന്നൊരു ആക്ഷൻ ഞാൻ കാണിക്കും. ഒരു നമ്പർ ശരി കൊടുത്തേക്കു എന്ന് അവള് തിരിച്ചൊരു നമ്പർ അടിച്ചാൽ നമ്മൾ ആകെ ചുറ്റിപ്പോവും. കുർത്തയും വീർത്ത ബാഗും അല്ല, നമ്മുടെ 10 പൈസ ഇല്ല. അറിയോ? അതിന് പെണ്ണെവിടെ? അവള് ഫോൺ ചെയ്യാൻ പോയിട്ട് കുറെ നേരമല്ലോ. എവിടെ പോയി? അവള് ഫോൺ ചെയ്തിട്ട് ടോയ്ലറ്റിൽ വല്ലതും പോയായിരിക്കും. മനുഷ്യന്റെ കാര്യമല്ലേ. ടോയ്ലറ്റിൽ പോകാൻ ഫോൺ ചെയ്യണോ? ചന്ദ്ര, നീ ഒന്ന് ടോയ്ലറ്റിൽ പോ. ഞാൻ പോയതാണേ. അതല്ല, പോയി നോക്കിട്ട് വരാൻ. അങ്ങനെ പോയിട്ട് വാടേ ഒന്ന്. എന്തെങ്കിലും വേണേ ഓർഡർ ചെയ്യാം കേട്ടോ. എനിക്കിപ്പോ വേണ്ട. ഓക്കെ. ഹലോ, എന്താണ് പരിപാടി? മൂത്രത്തില് യൂറിൻ. ലേഡീസ് ടോയ്ലറ്റാ? പൊടി ലേഡീസ്. തുറക്കാൻ പറ്റില്ല. തുറന്നോ? ആരാണേ? ഏത് പെണ്ണ് തരുമെന്നാ നിങ്ങൾ പറയുന്നത്? ഇയാളാണ് മെയിൻ ആള്. ഓർഡർ ഒക്കെ തന്നത് ഇയാളാ. ഓർഡർ ചെയ്ത് ഞാനാണെങ്കിലും ട്രീറ്റ് അവളുടെ ആയിരുന്നു. ഞങ്ങൾ ഒന്നും മിണ്ടണ്ട. ഇതുപോലെ ഞങ്ങൾ എത്ര പേരെ ഡെയിലി ട്രീറ്റ് ചെയ്യുന്നത്? അയ്യോ, ഞങ്ങൾ അത്രക്കാരല്ല. പ്രശ്നമില്ല, കാശ് ഈടാക്കാൻ ഞങ്ങൾക്ക് സ്പെഷ്യൽ അറേഞ്ച്മെന്റ്സ് ഉണ്ട് ഇവിടെ. എന്ത് അറേഞ്ച്മെന്റ്? ഫുഡെന്ന് കേട്ട ആക്രാന്തത്ത് ചാടി കയറിയതല്ലേ, അമർത്തി തുടക്കി. നീ എന്തിന്നാലേ തുടക്കടാ. എന്തായാലും ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്തേക്കാൾ വേണ്ട. എന്നാ നീ ഇവിടെ പെർമനന്റ് ആയിട്ട് നിന്നോ തുടക്കാൻ. മര്യാദയ്ക്ക് തുടക്കണ. മാരുതി ശങ്കർ, സൂപ്പർ ഫാസ്റ്റ് ചന്ദ്രൻ,
തെക്കൻ പത്രോസ്, ടെൻഡർ സരസൻ, പുഷ്പുൾ രാഘവൻ. And this is Nancy, James Bond Nancy. ജെയിംസ് ബോണ്ട് നാൻസി അല്ലേ? ഏയ് മാഡം, അർജന്റായിട്ട് എവിടെ പോകുന്നു? പൊന്നുമോളി കുതിരപ്പുറത്തുനിന്ന് താഴോട്ട് ഇറങ്ങി വന്നേ. മാമന്മാരെ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? തമ്പ്രാട്ടി ഇറങ്ങി വാ, അപ്പൊ പറയാം. നീ എന്തിനാണ് അന്ന് ഞങ്ങളെ കളിപ്പിച്ചെന്നറിയണം. മര്യാദയെങ്കിൽ മര്യാദ. അന്നത്തെ ആ സംഭവത്തിന് നീ ഇപ്പൊ സമാധാനം പറഞ്ഞേ നിങ്ങൾ പറ്റൂ. എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞുതരാം. പറഞ്ഞോട്. വി ടെൻഡർ സർസൻ ഗോ യു ലിഫ്റ്റ് ഹോട്ടൽ. രാഘവട്ടാ പറഞ്ഞു കൊടുക്കാം. When we were traveling in a Maruti car in a pleasant climate, a naughty and notorious girl who was standing in front of us came to the center of the road, asked us a lift to follow me, but അയ്യോ പൊള്ളി പൊളിഞ്ഞേ. അടച്ചവനെ, ഇവന്മാരിങ്ങനെ അടികൊണ്ട് ചാവണത് കാണാൻ എനിക്ക് വിധി വെക്കാതെ ഈ 5 മേലോട്ട് പിടിക്കണേ റഹ്മാനെ. ഓ ഇത് കണ്ടോ മോനെ, ഇതാണ് അടി. കിട്ടുവാണെങ്കിൽ ഇതേ സൈസ് അടി കിട്ടണം. ഈ പാട് കണ്ട, ഇതുകൊണ്ടാണ് ഇനി കഷ്ടപ്പാടും. എന്റെ മോനെ, പെൺകുട്ടികൾ പഴയ പോലെയൊന്നും അല്ല. ഒന്ന് നോക്കിയാ രണ്ടാം നോക്കി അടിയാണ്. അല്ലാ, ഇതുങ്ങളെ നടപ്പ് കണ്ട പേടിയാവും മോനെ. നമ്മള് കൈ നെറ്റിക്ക് വെച്ചു. അതല്ലേ ഇതുങ്ങൾ ഓടിക്കുന്ന കൂട്ടറിന്റെ പേര്, കൈ നെറ്റിക്ക് കൊണ്ട. താത്തയുടെ കാല് കേട്ടോ. നീ പ്രായമായാലും വെറുതെ വിടൂലേടെ. അതല്ലെന്ന്, ആ കാലിലെ മസിൽ കണ്ടായിരുന്നു. ആണുങ്ങളുടെ കാല് പോലെ പോലെയൊന്നുമല്ല, ആണിന്റെ കാല് തന്നെയാ. ഞാനിപ്പോ തറപ്പിച്ച് പറയുന്നു, താത്ത നമ്മളെക്കാളൊക്കെ ഫ്രാഡാണ്. താത്ത പെണ്ണല്ല, ആണാണ്, ഉറപ്പാ. ഒന്ന് പോടാ അവിടെ. എന്റെ പൊന്നു ശങ്കരെ, താത്ത കിഴിവെച്ചപ്പോ എനിക്കും തോന്നി ഭയങ്കര ശക്തി. അതെ, എന്തായാലും ശരി, താത്തയുടെ സത്യാവസ്ഥ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ വഴിയുണ്ട്. എന്ത് വഴി? കുളിക്കുമ്പോ ഒളിച്ച് നമ്മൾ കാണും താത്തയുടെ കുളിരിന്മേൽ കുളിർക്കൊരും അഴക്. കുളിക്കുമ്പോൾ ഒളിച്ച് നമ്മൾ കാണും നമ്മുടെ കൊടുകൈ കൊടു. എന്റെ മോളെ, നിനക്ക് എന്തു പറ്റി? നീ ഞങ്ങള് കോലം കെട്ട് പോയില്ലോടി ഉള്ളേ കുളിക്കാൻ ചേട്ടാ. ഇന്ന് നല്ല പണിയായിരുന്നു. ഇനി വൈകിട്ടേ കുളിക്കൂ. മനുഷ്യനായാലും മൃഗമായാലും രാവിലെ കുളിച്ചിരിങ്ങി ഒരു വായിട്ടും കൊള്ളൂല. കുളിച്ചിട്ട് എന്തൊക്കെ അസുഖം വരുന്നേന്ന് അറിയാവോ? ചരങ്ങ്, കരിഞ്ചപ്പട്ട, കണ്ണമാരി, അടിമാരി, ആയിരക്കണ്ണ്, ചീങ്ങണ്ണി മുതൽ ജപ്പാൻ ചോരം ബലം പിടിക്കും. മോള് വേഗം ചെന്ന് കുളിക്കാൻ നോക്ക്. അപ്പൊ താത്തേക്ക് വിളിക്കണ്ടേ? ഇത്താടെ കുളിയൊക്കെ തെറ്റിയിട്ട് കാര്യം അത്രയായി. മോള് വേഗം ചെന്ന് കുളിക്കും. ചെന്ന് സോപ്പും തോട്ടത്തൊക്കെ എത്തുണ്ടോ വേഗം ചെല്ലും. അല്ല, ഉള്ള കുളിച്ചാൽ തള്ളക്ക് കേടില്ല എന്നല്ലേ പ്രണാമം. ഞാനിത് ഇളക്കി കുളമാക്കാം. പറ്റുമോളെ, വേഗം ചെന്ന് കുളിച്ചിട്ടോ. വേഗം കുളിച്ചിട്ട് വരാൻ ഞാൻ. അമ്മോ, വേഗം ഒന്നും കുളിക്കണ്ട. നല്ല സമയമൊക്കെ എടുത്ത് ദേഹമൊക്കെ ശരിക്കും തേച്ച് വൃത്തിയാക്കി കുളിച്ചോ. വെളുക്കട്ടെ. നോക്ക്. വടി നോക്കിക്കൊണ്ടിരുന്ന കാണാനുള്ള മുഴുവൻ പിള്ളേര് കണ്ടേച്ചു പോവും. പിന്നെ നോക്കണം. വാ ഇങ്ങോട്ട്.
രമണ്ണ നോക്കിക്കൊണ്ടാ നിനക്ക്. താത്താ, ഇതേത് കാലന്റെ കാല? വലിക്ക് പുറത്തേക്ക് ഇടുവാനാ. വരി താത്താ. അയ്യോ, താത്താ, ദാഹത്തേക്ക് താൻ കുടിച്ച കുയിൽ താൻ തന്നെ. നെയ്യത്ത് പോലെ വയ്യത്ത്. താത്താ, പോവാ. വരട്ടെ മോനെ. തരത്താ, ചന്ദ്ര, പത്രത്തെ ആരെങ്കിലും ഒരു മുണ്ട് കൊണ്ടുപോടാ. എവിടുന്നാ ഈ മുട്ട? ഇത് താറാവ് ഇടുന്നതാ. മര്യാദക്ക് പറഞ്ഞോളാം. ഇത് താറാവിടുന്ന മുട്ടയാ. ഇതിൽ കൂടുതൽ മര്യാദയ്ക്ക് പറയാൻ പറ്റില്ല. താറാവല്ല പിന്നെ താത്ത മുട്ട ഇടൂടാ. എവിടെയാ ഈ മുട്ട? എന്താണ്? നാലെണ്ണം കൂടി നമ്മുടെ കടയിലെ മുട്ട എടുത്ത് ഓംലേറ്റ് ഉണ്ടായി തിന്നാണല്ലേ? താത്ത, ഞങ്ങളല്ല, ഇവര് 2 രൂപ. അതെ അതെ. എന്റെ പൊന്ന് താത്ത, ഇത് ഞങ്ങൾ മേടിച്ച മുട്ടയും ഓംലേറ്റ് അടിക്കാനുണ്ട്. ഇത് കണ്ട ഓംലേറ്റ് ഷോർട്ട് ഫോം ആണ്. തിന്നോ തിന്നോ. ആമ്പിള്ളേർക്ക് ആംബുലേറ്റ് അത്ര നല്ലതല്ല. താത്തയെ പറ്റിച്ച് നിൽക്കട്ടെ. ഈ ഓംലെറ്റിന്റെ ദാതാക്കൾ ഞങ്ങളാണെന്നുള്ളത് മറക്കരുത്. ഓംലേറ്റ് താഴാക്കളാ. ബോംബെയിൽ താഴാക്കളെന്ന് കേട്ടിട്ടുണ്ട്. ഓംലേറ്റ് താഴാക്കളെന്ന് ആദ്യമായിട്ട് കേൾക്കുന്നുണ്ട്. ഞങ്ങൾ ദാതാക്കളാ. ഇവന്മാരെ കുക്കിംഗ് വലിയ എന്തായാലും ഇനി 6 മാസത്തേക്ക് നമുക്ക് ഭക്ഷണമേ വേണ്ട. നിനക്ക് വേണ്ടായിരിക്കും. എനിക്ക് ഭക്ഷണമില്ലാതെ 6 മിനിറ്റ് പോലും കഴിയാൻ പറ്റില്ല. അതല്ല, ഇനി നമ്മൾ ഭക്ഷണത്തിനുള്ള കാശ് ഒപ്പിക്കണ്ടെന്ന്. ഇനി മുതൽ സാറാമച്ചേട്ടത്തിയുടെ വക ഫ്രീ. അങ്ങനെ തെളിച്ചു പറ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നിന്റെ ബുദ്ധിയോ? ഈ വക ഐഡിയ ഒക്കെ നിന്റെ തലയിൽ വരണമെങ്കിൽ നിന്റെ ബ്രെയിൻ മാറ്റി വെക്കണം. എന്തോ ബ്രെയിൻ മാറ്റി വെച്ചിട്ടും കാര്യമില്ലല്ലോ. നിന്റെ കൂടെയല്ലേ ഞാൻ നടക്കുന്നത്. ഒരു ധാരണ നീങ്ങണം. ആ, എങ്ങനെയുണ്ട് ചേട്ടത്തി ബിസിനസ് ഒക്കെ? കച്ചവടം കച്ചവടം. അത് നേരം വെളുത്തല്ലേ ഉള്ളൂ. മുട്ടയൊക്കെ കുഴിച്ചിട്ടല്ലോ. മുട്ടയ്ക്ക് ഇന്നലെ തന്നെ കുഴിച്ചിട്ടു. നോക്കിക്കോ, ഇനി മുതൽ ചേട്ടത്തേക്ക് കിച്ചണിൽ നിന്ന് ഇറങ്ങാനേ ടൈം ഉണ്ടാവില്ല. അതെന്താ? കുക്കിംഗ് ഒരു ജാഥയുടെ ആൾക്കാര് ഡെയിലി ഈ ഹോട്ടലിൽ കയറി ഇറങ്ങൂല്ലേ? ചേട്ടത്തി 2 പരിപ്പോടെ ഒരു ചായ, ഒരു പഴംപൊരി, 2 ചായ, 2 ചായ 3 പഴംപൊരി, പിന്നെ ദോശയും ഇറച്ചിയും. പക്ഷെ അതൊക്കെ ഉണ്ടാക്കി വെക്കണം. നിങ്ങളുടെ നാക്ക് പൊന്നായിരിക്കട്ടെ. അപ്പോ ഞങ്ങൾ പോട്ടെ. വരട്ടെ സാർ. ചിലപ്പോ ചേട്ടത്തിക്ക് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഞങ്ങൾ പോവും. പോയിക്കോ. നിക്കുന്ന അല്ല, 2 ചെറുപ്പക്കാർക്ക് ഭക്ഷണത്തിന്റെ എന്താ സാർ അതൊക്കെ മുഖത്തടിച്ച പോലെ ചേട്ടത്തിക്ക് നമ്മളോട് പറയാൻ മടിയാണ്. അങ്ങനെയെങ്കിലും ഈ ഹോട്ടലിന്റെ കച്ചവടം കൂടുകയാണെങ്കിൽ ഞങ്ങൾ വരെ ഓത്തിന് ചപ്പാ. അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ പറഞ്ഞില്ലേ? വാ വാ. എന്താ ഈ കഴിക്കും മക്കളെ, നല്ലോണം കഴിക്കും. വെള്ളം കുടിക്കുമോനെ, കുടിക്കുമോനെ, വെള്ളം കുടിക്ക്. ഇവന്മാരും നമ്മളെക്കാൾ പക്കാ ഫ്രാഡുകളാ. യവന്മാരെ ഒതുക്കാനൊക്കെ വഴിയുണ്ട്. എന്ത് വഴി? അതൊക്കെ ഉണ്ട് ബാല. കറി ഒടുക്കേച്ചി നല്ലോണം കുഴച്ചടി. പോവാം. കമ്പനി കമ്പിച്ചിരിക്കുന്നു. ആർക്കും കൂട്ടാം, ആർക്കും കൂട്ടാം, ആർക്കും കൂട്ടാം. ചുട്ടുനാട കിട്ടുന്ന കാശ്. മന്ത്രമില്ല, മന്ത്രചാരമില്ല. ആർക്കൂട്ടാം, ആർക്കൂട്ടാം, ആർക്കൂട്ടാം. മയമില്ല, കലപ്പില്ല, മന്ത്രമില്ല, മന്ത്രചാരമില്ല. കിട്ടും. പുറത്തു കൂട്ടിയാൽ കമ്പനി കഴിക്കും. ധൈര്യമായിട്ട് 100 രൂപ വെച്ചു ധൈര്യം പഠിക്കാൻ പോവുകയാണ്. കമ്പനി കഴിച്ചിരിക്കുന്നു. 5 വെച്ച 10, 10 വെച്ച 20, 20 വെച്ച 40. ആർക്ക് വേണമെങ്കിലും കായമില്ല, മലപ്പില്ല. ഒറ്റക്കുത്തിന് പോകുന്ന 100 അല്ല, കിട്ടുന്നു 100. സുഹൃത്തുക്കളെ, ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വെറും ഒരു കളവാണെന്ന്. ഒരു കളവല്ല സുഹൃത്തുക്കളെ. നിങ്ങൾ തന്നെ തൊട്ട് നോക്ക്, പരിശോധിച്ച് നോക്ക് സുഹൃത്തുക്കളെ. വെറുതെ കിട്ടിയ പിന്നാക്കം നിന്നത് ജനങ്ങളാന്ന് മനസ്സിലായി സുഹൃത്തുക്കളെ. സാരമില്ല, നിങ്ങൾ ഇത് തൊട്ട് നോക്കൂ സുഹൃത്തുക്കളെ, തൊട്ട് നോക്കൂ. വഞ്ചനയുടെ അപകട മേഖലയിൽ നിന്ന് മകച്ച് കൊഞ്ചനന്റെ കാഞ്ചന സിംഹാസിൽ നിന്ന് പുഞ്ചയുടെ ബെഞ്ചാമര വീശി വീശി ഇന്ത്യക്കാരനെയും പുഞ്ചപ്പാറിനെയും ഇഞ്ചിഞ്ചായി പഞ്ചറാക്കിയ തഞ്ചാവൂർ നഞ്ചപ്പന്റെ പരമ്പരയിലെ പാഞ്ചാലി കുഞ്ചുവിന്റെ മക്കൾ കഞ്ചാവ് കുഞ്ചനും മഞ്ചേരി രഞ്ജനുമാണോ ഞങ്ങൾ?
പഞ്ചാബിന്റെ നെഞ്ചിലൂടെ നഞ്ചയ്ക്കുമേന്തി 5 നാൾ 15,000 പേരെ തഞ്ചത്തൽ റാഞ്ച് കാഞ്ചി വലിച്ച് കഞ്ചൻജംഗയിൽ സഞ്ചയനം നടത്തിച്ച് മഞ്ചേരി നഞ്ചപ്പന്റെ മഞ്ചലിൽ വന്ന രഞ്ജനും കുഞ്ചനുമാണ കൊഞ്ചേ. നിർത്തി നിർത്തി പറയൂ, എന്നാലേ ശ്വാസം ഇടാൻ പറ്റൂ. ഫ്രണ്ട്സുകളാ. അപ്പൊ ഇനി മുതൽ ഈ ഫ്രോഡുകളെല്ലാം ഒരു കുട കീഴിൽ അണിനിരക്കുന്നു. അല്ല, നമ്മൾ 4 പേരുള്ള സ്ഥിതിക്ക് ഒരു 2 കുടയെങ്കിലും വേണ്ടി വരില്ലേ? ഏടാ, നല്ല നോളജ്. ഞാൻ മലയാളത്തിലെ ഒരു പ്രയോഗം പറഞ്ഞു. അത് ശരി, പ്രയോഗപ്രകാരമാണെങ്കിൽ നമ്മളൊക്കെ അർദ്ധരാത്രി കുട പിടിക്കേണ്ടവരാ. നമ്മളൊക്കെ ഇല്ല, ചിലര്. ചിലരല്ല, ഒരാൾ. അയ്യോ, പുറകെ ഉണ്ട്. നമ്മുടെ രാഘവേട്ടനല്ല ഓടി വരുന്നത്. വട്ടതിന്റെ അപക. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ റാസ്കൽ കൈമേലോട്ട് പോയെന്ന് പറ. ഒരാളിപ്പോ അങ്ങോട്ട് ഓടി വരുന്നു കേട്ടോ. ഒരു കവറിട്ടാളാണ്. ഇപ്പൊ പോയി ഒരു സൂപ്പർ ഫാസ്റ്റ് കയറി പോയി. അടുത്ത സ്റ്റോപ്പ് ഇറങ്ങുന്ന പറഞ്ഞത്. ഹലോ മിസ്റ്റർ പുഷ്പുൾ, ഇറങ്ങി വന്നാലും. താങ്ക് യു. അല്ല, വന്നവൻ സാറിനെ ഓടിച്ചിട്ട് എന്തിനാ? ചാരായം കിട്ടാത്തതുകൊണ്ട് വാർണിഷ് വാങ്ങി എന്നെ കുടിക്കാൻ നിർബന്ധിച്ചു. ഞാൻ ജീവനും കൊണ്ട് ഓടി, പുറകെ അവരും ഓടി. പഴയ ഫ്രണ്ട്സ്, എന്ത് ചെയ്യാൻ പറ്റും. ഈ ടൈപ്പ് നമ്പർ ഒന്നും ഇപ്പൊ എടുക്കുന്നില്ല. നമ്മൾ പരസ്പരം തിരിച്ചറിഞ്ഞ ഒന്നായിരിക്കാം. നമ്മളെല്ലാം ബ്ലഡ് ഗ്രൂപ്പ് എയും ബിയും ഒന്നുമല്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചേ? എന്താ? ഫ്രോഡ് പോസിറ്റീവ്. സോ ഇന്ന് മുതൽ നമ്മൾ എല്ലാവരും ഒന്നാണ്. We are one. അപ്പൊ ജയ് ഫ്രോഡ്. ചായക്കായിരിക്കും അല്ലേ സാർ? ഹസനിക്കയുടെ കടയിൽ തൊട്ടാ കൈപൊള്ളുന്ന നല്ല ചൂട് പരിപ്പോടെ കാണും. ഒരു 5-6 എണ്ണം. ഒന്നും വേണ്ട, ഈ മാരുതി വേനൊന്ന് ഓടിച്ചു നോക്കിയേ. അതിന്റെ സൗണ്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. എന്താ ബസ്സൊക്കെ നിർത്താതെ ഓടിച്ചു പോവാ, എനിക്ക് കോളേജിൽ പോവാൻ. സമയമായില്ലേ? അതിനെന്താ, കേൾക്കോളൂ. ഈ വാൻ എങ്ങനെയുണ്ട്? നല്ല വണ്ടി കേട്ടോ. എനിക്കിത് കഴിഞ്ഞ മാസം ഡാഡി ബർത്ത്ഡേ പ്രസന്റ് ആയിട്ട് തന്നതാ. ഞാൻ സാധാരണയായി ആർക്കും ഇങ്ങനെ ലിഫ്റ്റ് കൊടുക്കാറില്ല. പിന്നെ തനിക്ക് എന്തുകൊണ്ടാണ് തന്നതെന്ന് ചോദിക്കും. എന്തുകൊണ്ടാ? സത്യം പറയാലോ, താൻ വണ്ടി കയറിയ നിമിഷം മുതൽ ഐ ഫോർഗെറ്റ് എവറിത്തിങ്, ഈവൻ ദി സ്റ്റിയറിംഗ്. വണ്ടി നിർത്ത്. ഫ്രണ്ടിൽ കയറാനായിരിക്കും അല്ലേ? അവിടെ വെച്ച് ബാക്കിൽ കയറി നന്നായിട്ടോ. ബുദ്ധിമതിയാ. വണ്ടി നിർത്താൻ. എന്താ എന്താ ഞങ്ങൾ വിൽക്കാൻ കൊടുത്ത വണ്ടി കയറി ഇരുന്നിട്ട് എന്നോട് അനാവശ്യം പറയുന്നു. പതുക്കെ പറ, ആൾക്കാർ കേട്ടാ തെറ്റിദ്ധരിക്കും. അയ്യോ, ഞാൻ എന്താ ഇവിടെ? ഏയ് ചുമ്മാ, ഞാൻ കാറ്റുകൊള്ളാൻ ഇറങ്ങിയതാ. എന്താ ഇവിടെ? ഞാൻ ഈ ആർക്കിടെക്ട് ചെറിയാനൊക്കെയാണ് ഇറങ്ങിയത്. അയാൾ മരിച്ചില്ല. പക്ഷെ ഇയാള് മരിച്ചിട്ടില്ല. സാർ, ഞാനൊന്നും ചെയ്തില്ല. ആ പെൺകുട്ടി ലിഫ്റ്റ് വണ്ടിയുടെ സസ്പെൻഷനിലെ ഈ ടെൻഡർ സർസൻ എങ്ങോട്ടാണ് ഓടിപ്പോയത്? സാർ, അയാൾ അതുവഴി പോയിട്ട് ആ 2ാം നില ചാടി കിടന്ന് അങ്ങോട്ട് പോയി. ഇവിടെ ഇങ്ങനെ കളഞ്ഞു നടക്കരുത്. Come on. ടെൻഡറും ലേലവും നടക്കുന്ന സ്ഥലങ്ങളിൽ വലിയ മുതലാളി എന്ന വ്യാജേന ചെന്ന് മറ്റ് ടെൻഡറുകാരെയും വിളിക്കാരെയും കബളിപ്പിച്ച് മുങ്ങുന്ന ടെൻഡർ സരസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു തട്ടിപ്പ് വീരനെ പോലീസ് ഊർജിതമായി തിരയുന്നു. വേണ്ടി വന്നാൽ കണ്ട ഉടൻ ഇയാളെ 303 റൈഫിൾ കൊണ്ട് ഉണ്ട തീരുന്നത് വരെ വെടിവെച്ചു കൊല്ലാൻ DIG വടിവേലു ഉത്തരവിട്ടിട്ടുണ്ട്. ഇവനെയൊക്കെ കൈ കിട്ടിയ ഉരുട്ടുകയല്ല, പരത്തുക വേണ്ടത്. കളറാസ്കൽ. ശരിയാ. ഈ ക്രിമിനൽസിനെ കൊണ്ട് ഇപ്പൊ ജീവിക്കാൻ വയ്യാന്നായിട്ടുണ്ട്. ഏത് പത്രം? വാർത്തയുടെ ഇവിടെ അത് വരന്മാരെ ആവശ്യമുണ്ടോ? അല്ല, ഇവിടെ
അത് കാണാനില്ല. അവിടെ അല്ല, ദാ ഇവിടെ. അത് ചരമം ചരമവാർത്ത വരും. നീ എന്താ പറഞ്ഞത്? ഒരു വിരൽത്തുമ്പിൽ അമ്മയും മറ്റേ വിരൽത്തുമ്പിൽ അമ്മൂമ്മയും പിടിച്ചോണ്ട് നടന്ന എഞ്ചിനീയർ ആയെന്ന്. താണനിലത്തെ നീരോടു. താണനിലത്തല്ലടാ, പോലീസുകാരന്റെ ഇടി കൊള്ളുന്നിടത്താ നീര് വീഴാൻ പോകുന്നത്. പ്ലീസ്, വെറുതെ എന്നെ എങ്ങനെ മാറ്റിക്കരുത്. അവന്മാരോട് അറിഞ്ഞ ആകെ പ്രശ്നമാവും. താമസിക്കാൻ സ്ഥലം കിട്ടുന്നതിന്റെ ബുദ്ധിമുട്ട് ശങ്കർ അറിഞ്ഞൂടെ? ശങ്കറല്ല, സാറെന്ന് വിളിക്ക. സാറെന്ന് വിളിക്കാൻ. സാറേ, ആ, എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ടോ. എടുക്കാൻ. വെള്ളമല്ല, ഞാൻ വിഷം എടുത്തു തരും. നിന്നെ വെള്ളം ഒന്നും എടുക്കണ്ട. പക്ഷെ ഇന്ന് മുതൽ നിന്റെ ടെൻഡർ എമൗണ്ടില് 50-50. വേണ്ട വേണ്ട എന്ന് വെക്കുന്നു. തലക്കറി ഇരിക്കുക. തലയിൽ ആരും കാണുന്നില്ലല്ലോ. ഒന്നുമില്ല. അതല്ലെന്ന് ആ സർക്കാർ സാറാമ്മ അവരിവിടെ തുറച്ചാണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്താ കാര്യം? ഇനി ആ താത്തയെ വിളിക്കാൻ തെറിയൊന്നുമില്ല. ചേട്ടാ, ഒരു എക്സാമ്പിൾ പറയാമോ? ഏറ്റവും കടുപ്പം കുറഞ്ഞ തെറിയാ. അവര് ചേട്ടനെ തെറി വിളിക്കേണ്ട കാര്യം എന്താ? അസൂയ. അവിടെ കച്ചവടമില്ല, ഞങ്ങൾക്ക് ഭയങ്കര കച്ചവടം. അപ്പൊ അവരെ ഒന്ന് ഒതുക്കി തരണം, അത്രയല്ലേ ഉള്ളൂ. ഞങ്ങളേറ്റു. പിന്നെ നാളെ ഇവിടെ കാണില്ല. പിന്നെ എവിടെ കാണും? താഴെ കടയിൽ കാണും. അപ്പൊ പിന്നെ പറഞ്ഞ പോലെ ഏറ്റു. എന്തിനാ ആവശ്യമില്ലാത്ത ഈ പുലിവാലൊക്കെ കറിയാക്കാൻ പോകുന്നത്? അതോ, ഇന്നു മുതൽ നമ്മൾ 2 ഫ്രോഡുകളും കൂടി ഒറ്റക്കെട്ടായി നിന്ന് ആ രാഘവേട്ടനെയും താത്തയും സാറാമ്മച്ചേട്ടത്തെയും ഒക്കെ വഹിച്ച് നമ്മുടെ ഓഫ് ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. എങ്ങനെ? ബെസ്റ്റ്. അപ്പൊ ജയ് ഫ്രോഡ്. ജയ് ഫ്രോഡ്. മനസ്സിലായി ചേർത്തി. ആ താത്തയുടെ കട അവിടെ വന്നേ പിന്നെയാ ഇവിടത്തെ കച്ചവടം ഇത്രയും കുറഞ്ഞത് അല്ലേ? അതേ മക്കളെ, ചേട്ടത്തിക്കൊരു ഭീഷണിയായി അവർ ഇനിയും അവിടെ കട നടത്തരുത്. അത്രയല്ലേ വേണ്ടു? അത്രേ വേണ്ടു മക്കളെ. വഴിയുണ്ട്. എന്തു വഴി? പറയാം. അവിടത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പുട്ടും കടലയുമാണ്. നാളെ രാവിലത്തെ അവിടത്തെ കടലക്കറിയില് നമ്മൾ അവരറിയാതെ കുറച്ച് എലിപ്പാഷാണം മിക്സ് ചെയ്യുന്നു. അതെ, കാപ്പി കുടിക്കാനെത്തുന്ന 10-30 പേർ രാവിലെ 9:30 മുമ്പ് തന്നെ ജപ്പാൻ ജ്വരത്തെ വെല്ലുന്ന ഗാസ്ട്രോ എൻട്രൈറ്റിസ് വന്ന് ഇഞ്ചിഞ്ചായി മരിച്ചു വീഴുന്നു. ഉച്ചയ്ക്ക് 12:30 പ്രാദേശിക വാർത്തയിൽ എലിപ്പാഷാണം കലർന്ന പുട്ടും കടലയും കഴിച്ച് 37 പേർ ഇഹലോകവാസം പിടിഞ്ഞു. കട നടത്തിയിരുന്ന താത്തയെ എസ്.ഐ. ഫൽഗുണ പണിക്കർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ചേട്ടത്തി കേൾക്കാം. അയ്യോ വേണ്ട മോനെ, അവസാനം പോലീസുകാർ ചോദ്യം ചെയ്യുമ്പോ നമ്മൾ അകത്താവും. എന്നാൽ എലിപ്പാഷാണത്തിന് പകരം ഒരു 1/2 കിലോ പൊട്ടാസ്യം സയനൈഡ് കടലക്കറിയിൽ മിക്സ് ചെയ്ത് കൊടുത്താലോ? നീ മണ്ടൻ ഐഡിയാസ് പറഞ്ഞ് ചേട്ടത്തി വെറുതെ ടെൻഷൻ അടിപ്പിക്കല്ലേ. ചേട്ടത്തി, ഇപ്പൊ നല്ല ബെൽറ്റ് ബോംബ്, നമുക്കത് വെച്ച് ആ ഏരി മുഴുവൻ തകർത്ത് കളഞ്ഞു. അതൊന്നും വേണ്ട. പിന്നെ ഇവിടുത്തെ കച്ചവടം അവിടത്തേക്ക് കുറച്ച് കൂടുതലാക്കി തന്നാ മതി. അത്രേ ഉള്ള. ഇത് ആദ്യമേ പറഞ്ഞാ പോരെ. ഇവിടത്തെ കച്ചവടം ഇരട്ടിയാക്കി തന്നാൽ ചേട്ടത്തി ഞങ്ങൾക്ക് എന്ത് തരും? എന്ത് തരും? എന്ത് വേണമെങ്കിലും തരാം. എന്തും. എന്തും. എന്നാലും എന്ത് തരും? 2 പരിപ്പ് വട നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം. എന്തേ? ഓക്കെ, വഴിയുണ്ട്. ആദ്യം ചേട്ടത്തി ഞങ്ങൾ പറയണ മന്ത്രവാദിയെ ഒന്ന് പോയി കാണണം. ആ മന്ത്രവാദി പറയുന്നത് അതേപടി ചേട്ടത്തി ചെയ്യണം. പിന്നെ ഇവിടെ ചായ കുടിക്കാൻ പൂരത്തിന്റെ ആളായിരിക്കും. ആ മന്ത്രവാദി എഴുത്തുകാരനാണ് കോർപ്പുളശ്ശേരി. അവിടെ ചെന്ന് ഈ ഭർഗോ ദേവസ്യ ധീമഹിയുടെ വീട് എവിടെയെന്ന് ചോദിച്ചാ ആർക്കും അറിയില്ല.